നിലവിൽ എന്താണ് ഈ പുതിയ വിവാദങ്ങളും ചർച്ചകളും? ഏതൊരു നിഷ്പക്ഷമതയും മനസ്സിലാക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വിഷയമാണ്. വഫിയ കോളേജുകൾ വളരെ ആകർഷകമായി കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാന്യനായ ബാപ്പു ഹാജി നൽകിയ പ്രവിശാലമായ സ്ഥലത്ത് അതിൻ്റെ സുന്ദരമായ അവരൊക്കെ വളർന്നു വരികയും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. ആകർഷകമായി സംവിധാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മലപ്പുറം ജില്ലാ കമ്മിറ്റി കീഴിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടക്കം കുറിച്ചതാണ്. ഇപ്പം എന്താണ് ഈ പുതിയ വിവാദങ്ങൾ? നമുക്ക് രഹസ്യമായി കാര്യങ്ങൾ പരിശോധിക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 ആക്കാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തി. അതിനുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ വലിയ ആശയക്കുഴപ്പമായി നമ്മുടെ ആളുകൾക്കിടയിൽ. തൻ്റെ പെൺകുട്ടിയെ യഥാസമയം കല്യാണം കഴിച്ച് സുരക്ഷിതമായൊരു കൈകളിൽ ഏൽപ്പിക്കുക എന്നതൊരു പിതാവിൻ്റെ വലിയ ആവശ്യമാണ്, ആഗ്രഹമാണ്, ഒരു വലിയ ഉത്തരവാദിത്വമാണ്. 21 വയസ്സായാൽ ഞാൻ അന്നേക്ക് ജീവിച്ചിരിക്കുമോ എന്ന ആശങ്ക നിമിത്തം പല രക്ഷിതാക്കളും ധൃതി പിടിച്ചവരുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയച്ചു. നമ്മുടെയൊക്കെ നാടുകളിൽ 10 മണിക്കൊരു നിക്കാഹ്, ഉച്ചക്കൊരു നിക്കാഹ്, അസർക്ക് വേറെ നിക്കാഹ്, ഇങ്ങനെ നിക്കാഹുകളുടെ പരമ്പരകളായിരുന്നു. ആ നിയമം വരുന്നതിന് മുമ്പ് പെട്ടെന്ന് 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ. പക്ഷേ ആ നിയമം നടപ്പിൽ വന്നില്ല. വാഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വഫിയ കോളേജുകളിൽ അവിടെ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് വിവാഹം കഴിക്കാൻ പാടില്ല എന്നായിരുന്നു നിശ്ചയം. സ്വാഭാവികമായും ഈ പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോഴ്സ് കഴിഞ്ഞാലും വിവാഹം കഴിക്കാൻ സാധിക്കാതെ വരുമോ എന്ന ആശങ്ക വന്നതിനെ തുടർന്ന് ചില രക്ഷിതാക്കളെങ്കിലും ധൃതി പിടിച്ച് കോഴ്സ് കഴിയാനായല്ലോ, ഇനി 4 മാസമല്ലേ ഉള്ളൂ, 6 മാസമല്ലേ ഉള്ളൂ, നിക്കാഹ് നടന്നോട്ടെ എന്ന് വിചാരിച്ച് അവരുടെ മക്കളുടെ നിക്കാഹുകൾ നടത്തി. സ്വാഭാവികമായും അവിടുത്തെ ചട്ടപ്രകാരം കോഴ്സ് കഴിയുന്നതിന് മുമ്പ് നിക്കാഹ് ചെയ്തതിൻ്റെ പേരിൽ അത്തരം കുട്ടികളെ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്താക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു മാനസികമായി ആഘാതമേൽക്കുമെന്ന കാര്യം തീർച്ചയാണ്. കാരണം അവിടെ പഠനം നിഷേധിക്കപ്പെടുകയാണ്, സ്റ്റോപ്പാക്കുകയാണ്. 4-5 വർഷത്തെ കൂട്ടുകാരികളുമൊത്തുള്ള ജീവിതം തടയപ്പെടുകയാണ്. നമ്മൾ ആണുങ്ങളാണെങ്കിൽ പിന്നെയും ഉൾക്കൊള്ളും, സ്ത്രീകളാകുമ്പോൾ ദുർബല മനസ്കരാണ്, മാനസികമായ ഒരു വല്ലാതെ ആഘാതമേൽപ്പിച്ചു. പല കുട്ടികളും വീട്ടിൽ വലിയ അസ്വസ്ഥതകളുണ്ടാക്കി. രക്ഷിതാക്കളുടെ ആശങ്കയാകട്ടെ, അവർ പറഞ്ഞു, എൻ്റെ മോളുടെ പഠനം തടയപ്പെട്ടതിന് വലിയ സങ്കടമുണ്ട്. ഈ സങ്കടം പരസ്പരം പറഞ്ഞറിയിക്കുന്നതിനിടയിൽ ഒരു വിഭാഗം രക്ഷിതാക്കൾ ഈ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കേണ്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറയുണ്ടല്ലോ എന്ന പ്രതീക്ഷയിൽ ഒരു 3-4 രക്ഷിതാക്കൾ കേന്ദ്ര മുഷാവറയ്ക്ക് പരാതി കൊടുത്തു. ഞങ്ങളുടെ മക്കൾ നമ്മുടെ ഇന്ന സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിക്കാഹ് ചെയ്തു പോയി, അതിൻ്റെ പേരിൽ കുട്ടികളെ പുറത്താക്കിയിരിക്കുകയാണ്, പഠനം നിഷേധിച്ചിരിക്കുകയാണ്, വലിയ സങ്കടത്തിലാണ് മക്കൾ എന്ന ദുരവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് മുഷാവർക്ക് പരാതി കൊടുത്തപ്പോൾ മുഷാവർ ആ പരാതി പരിഗണനക്കെടുത്തു, മുഷാവർ ചർച്ച ചെയ്തു. സ്വാഭാവികമായും മുഷാവറുടെ താഴെ നിൽക്കുന്ന വളരെ ആദരവോടുകൂടി കാണേണ്ട വഫിയ പ്രസ്ഥാനത്തിൻ്റെ നായകന്മാർക്ക് നിർദ്ദേശം കൊടുത്തു, ഈ കുട്ടികൾക്ക് പഠനം തുടരാൻ അനുവദിക്കണമെന്ന്. ഈ കുട്ടികൾക്ക് തുടർ പഠനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന്. സ്വാഭാവികമായും സാധാരണഗതിയിൽ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ കാര്യം തീരുമാനിച്ചറിയിച്ചാൽ താഴെ തട്ടിൽ കിടക്കുന്ന ഏത് ഘടകങ്ങളും ഏത് സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് സമസ്തയുടെ ഈ അപേക്ഷ നിഷ്കരുണം തള്ളിക്കളഞ്ഞുകൊണ്ട് നിഷേധാത്മകമായ നിലപാടാണ് അവർ എഴുതിക്കൊണ്ട് സമസ്ത മുഷാവറയെ അറിയിച്ചത്. അവർ പറഞ്ഞ മറുപടി 13/1/21 സമസ്ത കത്ത് കൊടുത്തത്. അവർ കൊടുത്ത കത്തിൻ്റെ ഉള്ളടക്കം 6/4/21 കൊടുത്തത് നിലവിലുള്ള ഭരണഘടന പ്രകാരം അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഇത്തരം കാര്യങ്ങൾ സമസ്ത ഇടപെടേണ്ടതില്ലെന്നർത്ഥം. ഒരു വല്ലാത്ത കടുത്ത വാക്കാണ് അവർ മറുപടി കൂട്ടത്തിൽ എഴുതിയത്. അതൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്.
ഇത്തരം കാര്യങ്ങൾ സമസ്ത ഇടപെടേണ്ടതില്ല എന്ന ഒരു ധിക്കാരത്തിൻ്റെ മറുപടി. സമസ്തയുടെ ചരിത്രത്തിൽ ഇങ്ങനെ മറുപടി ഇടുന്ന ഒരു പക്ഷേ ആദ്യത്തെ സംഭവമായിരിക്കും. പക്ഷെ നമ്മുടെ ഉസ്താദ്മാർ വളരെ വിനയാന്വിതരാണ്. അവർ വീണ്ടും ഈ കാര്യം ചർച്ച ചെയ്തു, ഒന്നുകൂടി ശ്രമിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, തിരിച്ചെങ്ങനെ നിഷേധാത്മകമായ മറുപടി വന്നാലും 6 തവണ 1.5 വർഷത്തിനുള്ളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 വർഷക്കാലം നമ്മളാരും അറിയാതെ, പുറം ലോകമറിയാതെ ഈ മക്കളുടെ തുടർ പഠനം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം അപകടകരമാണ്. പ്രത്യേകിച്ചും സമസ്ത പറഞ്ഞ നിർദ്ദേശത്തിൻ്റെ വില പിന്നീട് അറിഞ്ഞു. ഈ പ്രശ്നത്തിൻ്റെ പേരിൽ മാത്രം അനുബന്ധമായ ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് സത്യം. ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം പോലും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പുറത്ത് പ്രചരിപ്പിക്കാൻ പറ്റില്ല. ഖേദകരമായ ഈ സാഹചര്യത്തിൽ ഈ കുട്ടികൾക്ക് തുടർ പഠനത്തിനും സൗകര്യം ചെയ്തു കൊടുക്കണം. 1.5 വർഷക്കാലം സമസ്ത അപേക്ഷിച്ചിട്ടും സ്വീകരിക്കാതിരുന്നപ്പോൾ അവസാന ഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പല ശ്രമങ്ങളും നടത്തി. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ചേളാരി സംസ്ഥാനത്തിൽ വെച്ച് 23/11/21 ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ തീരുമാനിച്ച 7 അംഗ പണ്ഡിത സമിതി. ബഹുമാനായ സയ്യിദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ ആ കൂട്ടത്തിലുണ്ട്, ആലിക്കുട്ടി ഉസ്താദ് ആ കൂട്ടത്തിലുണ്ട്, ഈ ബഹുമാനായ വാക്കോട് ഉസ്താദ് ഉൾപ്പെടെയുള്ള 7 പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്ന് ഇവരുടെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി വിശദമായി ഈ കാര്യം ധരിപ്പിച്ചു. ഒരു വിട്ടുവീഴ്ച ഈ വിഷയത്തിൽ ചെയ്യണം. അന്ന് അവർ പറഞ്ഞ മറുപടി കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അന്നതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞ മറുപടി, ഈ വിഷയത്തിൽ വിവാഹപ്രായം ഇങ്ങനെ നീട്ടിവെക്കാൻ മതപരമായ അവകാശം ഇസ്ലാമിൽ ഞങ്ങൾക്കുണ്ട്. ഇല്ല എന്ന് തെളിയിക്കാൻ സമസ്ത തയ്യാറാണെങ്കിൽ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്. ഇങ്ങനെ വിവാഹം നീട്ടാമെന്ന് ഞങ്ങൾ തെളിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ സഹോദരന്മാരെ? നമ്മളീ പറയുന്നത് പബ്ലിക്കായിട്ടാണല്ലോ, കളവല്ലല്ലോ. സമസ്ത മുഷാവരുടെ ടോപ്പ് പണ്ഡിതന്മാരായ 7 അംഗ സമിതിയെ വെല്ലുവിളിക്കുന്നു. മാന്യമായ ഈ കാര്യം വിളിച്ചുപദേശിച്ചതിൻ്റെ പേരിൽ ഈ കുട്ടികൾക്ക് ജസ്റ്റ് അവർക്ക് പഠനം തുടരാൻ അനുവദിക്കണം. ഒരു നിക്കാഹ് ചില്ലറ കേസ് വരികയാണെങ്കിൽ അനുവദിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കിതാബ് കൊണ്ട് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഇങ്ങനെ തന്നെ പോകാം, തിരിച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ നമുക്ക് സംവാദമാകാമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. അതിനിടയിൽ ഒരിക്കൽ മുഷാവറത്ത് സീരിയസ് ആയി ചർച്ച ചെയ്തപ്പോൾ ബഹുമാന്യ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർ നവ്വറല്ലാഹു മർക്കദഹുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അവരുടെ പുണ്യം കൊണ്ട് അള്ളാഹു ഈ പ്രതിസന്ധിയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന് രക്ഷ നൽകുകയും എല്ലാ ശിഥിലീകരണ ശക്തികളെയും അള്ളാഹു ഒറ്റപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ, ആമീൻ ദുആ ചെയ്യുകയാണ്. തങ്ങൾ പറഞ്ഞു, ഞാൻ മൂപ്പരോട് പറഞ്ഞു നോക്കട്ടെ, ഞാൻ ഒറ്റക്കൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ. 1.5 തങ്ങൾ വിളിച്ചു, സംസാരിച്ചു, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തങ്ങൾ ഉസ്താദ്മാരെ അറിയിക്കുകയും ചെയ്തു. ഫലം ഉണ്ടായില്ല. ഒരു ഗത്യന്തരമില്ല എന്നപ്പോൾ 1.5 വർഷക്കാലം കാത്തിരുന്നിട്ടാണ് എങ്ങനെ സമസ്ത പറഞ്ഞാലും അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയെങ്കിലും കുത്തലുള്ള മറുപടി കിട്ടും. അവസാന ഘട്ടത്തിൽ 1.5 വർഷം കഴിഞ്ഞിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 15/6/22 സംഘടനാ ബന്ധം അവരുമായി അവസാനിപ്പിച്ചതായി കത്ത് കൊടുത്തു. ഇനി സമസ്തൻ്റെ സ്ഥാപനമാണ്, സമസ്തയുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു നടക്കണ്ടല്ലോ. അവ സമസ്തക്കുള്ള സംഘടനാ ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു. എന്നാൽ അതിനുണ്ട് വരുത്ത മറുപടി, അതിന് കൃത്യമായി കൊടുക്കുന്ന മറുപടി എന്താണോ? ഞങ്ങൾക്കും നിങ്ങളുമായി സംഘടനാ ബന്ധമല്ല, ആദർശ ബന്ധമേ ഉള്ളൂ. പച്ചയിൽ അവർ കൊടുത്ത മറുപടിയാണ്. എൻ്റെ കൈവശം മറുപടി കോപ്പികളുണ്ട്. അവർ കൊടുത്ത മറുപടി, സമസ്തയുമായി ഞങ്ങൾക്ക് സംഘടനാ ബന്ധമില്ല, നിങ്ങൾ ആദർശം ഞങ്ങളും അംഗീകരിക്കണമെങ്കിൽ നമ്മൾ തമ്മിൽ സംഘടനയിൽ ബന്ധമല്ല, അതുകൊണ്ട് ആ വർത്തമാനം പറയാൻ പോകേണ്ട, ബന്ധം വിച്ഛേദിക്കേണ്ട, ബന്ധം വേണ്ടേ. ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ട്, സമസ്തയുടെ നേതാക്കന്മാരെ പുച്ഛിച്ചുകൊണ്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറി മറുപടി എഴുതി കൊടുക്കുമ്പോൾ ഇത് എത്രമാത്രം കടുത്ത വാക്കുകളാണ്, എത്രമാത്രം കടുത്ത നിലപാടുകളാണ്. ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അവസാനം സംഭവിച്ചത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനോടൊപ്പം മറ്റു ചില സംഭവവികാസങ്ങളുണ്ടായി. എന്താണ് സംഭവവികാസങ്ങൾ? സമസ്ത ഇങ്ങനെ നിരന്തരം ഉപദേശിക്കുക, കത്ത് കൊടുക്കുക. എത്ര കാലം ഇത് ഒഴിഞ്ഞു മാറാൻ പറ്റും? അവസാനം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന സാഹചര്യം വന്നപ്പോൾ അവർ തന്ത്രപരമായി എടുത്ത സമീപനം നോക്കണം. എന്തുകൊണ്ടാണ് സമസ്ത മുഷാവറ ഞങ്ങളെങ്ങനെ ഉപദേശിക്കുന്നത്? സമസ്ത മുഷാവറ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നതിൻ്റെ ഭരണഘടനയുള്ളത് കൊണ്ടാണ്. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്ന ഈ വാഫി കോളേജുകൾ എന്ന സംവിധാനത്തിൻ്റെ ഭരണഘടനയിൽ സമസ്തയുടെ സ്ഥാപനങ്ങൾ, സമസ്തയുടെ ലക്ഷ്യങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും അംഗീകരിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് ഭരണഘടന ഉള്ളത് കൊണ്ടല്ലേ ഉപദേശിക്കുന്നത്. എന്നാൽ അത് ഭരണഘടന മാറ്റി നമ്മൾ രക്ഷപ്പെടൂലേ?
നിയമപരമായി സമസ്തയ്ക്ക് ഒരു പിടുത്തവും നമ്മുടെ പേരിൽ ഉണ്ടാകാൻ പാടില്ല. ആ ഉപദേശം നമുക്ക് ഉൾക്കൊള്ളാൻ തീരെ പറ്റാത്ത വിധത്തിൽ മാറ്റണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി അവർ ചെയ്ത കടുങ്കൈ മേലിൽ സമസ്ത ഞങ്ങൾ ഉപദേശിക്കരുത്. അതിന് സമസ്ത കേരള ജംഇയ്യത്ത് ഉലമക്ക് ഈ ഭരണങ്ങളിലെ ഗ്രിപ്പ് അവരെടുത്തു കളഞ്ഞു. എങ്ങനെയാണ് ഗ്രിപ്പ് എടുത്തു കളഞ്ഞത്? വളരെ വ്യക്തമായി നമുക്ക് ആ കാര്യം കാണാൻ സാധിക്കും. സമസ്തയുടെ ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്നതിൻ്റെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ എഴുതി വച്ച വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ വാചകം ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന ഏതൊരു ഭരണഘടനയും അടിസ്ഥാന ഘടകമാണ്. അതിൽ 5A പറയുന്നത്, ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ ഓഫീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ വീക്ഷണവും ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക് പ്രവർത്തനവും പാഠ്യപദ്ധതികളും നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങളും വീക്ഷണവും അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അങ്ങനെ വേണം. അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ മുഴുവൻ സമസ്തൻ്റെ ലക്ഷ്യത്തിനനുസരിച്ച്, സമസ്തയുടെ താല്പര്യത്തിനനുസരിച്ച്, സമസ്ത ഉപദേശിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള അത്തരം സ്ഥാപനങ്ങളെ പറ്റുള്ളൂ. ഇതെന്തു ചെയ്തു വരുന്നോ? ഇവർ ഈ കടുങ്കൈ ചെയ്തു. ഇതൊക്കെ പിന്നല്ലേ നമ്മൾ അറിയുന്നത്? അങ്ങനെ ഒരു വകുപ്പുണ്ട്, ആ വകുപ്പ് എടുത്തു കളയാം. ആ വകുപ്പെടുത്ത് കളയാം. അവർ ഭരണഘടന മാറ്റം വരുത്തി. ഇന്നും നമുക്ക് സൊസൈറ്റി ആക്ട് രജിസ്റ്റർ ചെയ്ത ഭരണഘടന കോപ്പി, ഇൻഫർമേഷൻ റൈറ്റ് ആക്ട് പ്രകാരം നമുക്ക് അപേക്ഷ അതിൽ കോപ്പി കിട്ടും. അവർ മാറ്റം വരുത്തി നോക്കണം. നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ ഓഫീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ വീക്ഷണവും ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന, മാറ്റം വരുത്തിയതോ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനവും സർവകലാശാലകളും സ്ഥാപിച്ച് നടത്തുക കഴിഞ്ഞു. സമസ്തയുമായി ഒരു ബന്ധവുമില്ലാത്ത കേവലം ഇസ്ലാമിക സ്ഥാപനങ്ങൾ നടത്തുക. കാളിക PG ക്യാമ്പസിൽ സമസ്തയുമായി ഒരു ബന്ധവുമില്ലാതെ പുതിയ ഭരണഘടന അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം? ഇസ്ലാമിക സ്ഥാപനങ്ങൾ സമസ്തയ്ക്ക് പറയാൻ അവകാശമില്ലാത്ത വിധത്തിൽ അടിസ്ഥാനപരമായ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് സമസ്തവുമായുള്ള ബന്ധം അറുത്തുമാറ്റി സർവതന്ത്ര സ്വതന്ത്രമായി ഇന്ന് ഹക്കീം ഫൈസി കട്ട സുന്നിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നാളെ കട്ട മുജാഹിദിന് കടന്നു വരാനുള്ള പഴുതൊരുക്കി വെച്ചുകൊണ്ടാണ് ഈ ഭരണഘടന ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. തീർന്നോ? ഇതിലൊക്കെ ഉപദേശം നൽകുന്ന മുന്നിൽ നിൽക്കുന്ന ആരാണ്? സമസ്ത അഭിവന്ദനായ അധ്യക്ഷനാണ്. എന്താ അധ്യക്ഷന്റെ പ്രത്യേകത? മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതിൻ്റെ അഡ്വൈസറാണ്. ഇവർക്ക് തെറ്റ് വന്നാൽ തിരുത്താൻ ഉപദേശിക്കേണ്ട അദ്ദേഹമാണ്. അവിടെയും ഒരു കത്തിവെച്ചു. സമസ്തയുടെ അധികാരം വെട്ടിക്കടഞ്ഞു എന്ന് മാത്രമല്ല, ജിഫ്രി തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. മൂപ്പരാണ് കുറച്ച് സജീവമായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിനെയും അതേവർ വെട്ടിമാറ്റി. അവരെന്ത് ചെയ്തു? ഭരണഘടനയിൽ ഇതിൻ്റെ അഡ്വൈസർ ബോർഡ് സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ പ്രസിഡന്റ് ആയിരിക്കണം 1 എന്നത് മാറ്റിയിട്ട് പകരം എന്താക്കി? സമസ്ത മുഷാവറയിലെ 40 പേരിൽ നിന്ന് ഇവർ തിരഞ്ഞെടുക്കുന്ന ഒരാളായിരിക്കണമെന്ന് പറഞ്ഞ് മാറ്റി. എത്രമാത്രം ഗൗരവതരമാണ്! നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ച് നോക്ക്. സമസ്തയുടെ അധ്യക്ഷനെ വെട്ടിമാറ്റിയിട്ട് അതിന് പകരം എന്താണ് അവർ നിശ്ചയിച്ചത്? ഇവർ തിരഞ്ഞെടുക്കുന്ന 40 മുഷാവറ മെമ്പർമാരിൽ ഒരാളായിരിക്കണം ഉപദേശ സമിതി. അത്ര മതി. അത് വലിയ വിവാദമായി ചർച്ചയായപ്പോൾ അവരതിൽ തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിച്ച മാർഗം എന്താണെന്നോ? ബഹുമാനായ ജിഫ്രി മുത്തുക്കോയ കത്തയച്ചു. നിങ്ങൾക്ക് ഒരു ഊഴം കൂടി ഉപദേശ സമിതിയിൽ തുടരാൻ തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യം പറ, ഇവർ പച്ചയിൽ വരാൻ ഈ നിലയിൽ വന്യരായ സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ നേതൃത്വത്തെയും മഹാന്മാരായ പണ്ഡിതന്മാരെയും പുച്ഛിച്ച് കാണിച്ച് ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗുരുതരമായ പ്രവണത. ഒരു ഭാഗത്ത് എല്ലാവിധത്തിലുള്ള അധികാരങ്ങളും വെട്ടിമാറ്റി, അതോടൊപ്പം വന്യരായ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ, ഒരു സംഘടനയെ നശിപ്പിക്കാൻ ഏറ്റവും വലിയ ഘടകമായി വർത്തിക്കുന്നത് അതിൻ്റെ നേതൃത്വത്തെ ദുർബലമാക്കുക എന്നുള്ളതാണ്. ഇവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുടെ സ്ഥാപനങ്ങളെ കുട്ടികൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. 1 വർഷം 2 വർഷം 3 വർഷമല്ല, കുറേ വർഷങ്ങളായി തുടങ്ങിയിട്ട്. പക്ഷേ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. സമസ്തയെക്കുറിച്ച് മോശമായ ഇമേജ് കുട്ടികൾ ഉണ്ടാക്കി തീർക്കുക, സമസ്ത നേതാക്കന്മാരെക്കുറിച്ച് വളരെ മോശമായ വികാരം കുട്ടികൾ ഉണ്ടാക്കി തീർക്കുക. ആ തരത്തിലുള്ള നിരന്തരമായ ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയങ്കരനായ MT ദാരിമി ഉസ്താദ് ആ കാര്യങ്ങൾ വിശദീകരിക്കും. ഈ തരത്തിൽ പോകുന്നതോടൊപ്പം അറുക്കുന്ന രീതി നന്നാവട്ടെ, നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ടാണ് പെട്ടെന്ന് ആ കാര്യം കഴിയണമെന്ന്. ഒരു ജീവൻ അറുക്കുമ്പോൾ പോലും വന്യരായ ജിഫ്രി തങ്ങളെ എങ്ങനെ അവർ മാറ്റുന്നതെന്നോ? ജനറൽ ബോഡി വിളിച്ചു കൂട്ടും. കേരളത്തിലെ 100 സ്ഥാപനങ്ങളുടെ ഉത്തരവാദപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള പ്രധാനികളെ മുഴുവൻ യോഗത്തിൽ വിളിച്ചു കൂട്ടിയിട്ട് മഹാനായ തങ്ങളെ മാറ്റുന്ന ഭേദഗതി ഇവിടെ ഉന്നയിക്കുന്നു.
സ്വാഭാവികമായ എതിർപ്പുണ്ടാകും, ശക്തമായ വാക്കേറ്റം, തങ്ങളെ മാറ്റണം, തങ്ങളെ പുറത്താക്കണം. ഈ തരത്തിൽ പച്ചയായി ബഹുജന സമൂഹത്തിൽ വെച്ച്, അതും ഉത്തരവാദപ്പെട്ട ഉമറാക്കൾക്കിടയിൽ വെച്ച് തങ്ങളെ നികൃഷ്ടമായി തരം താഴ്ത്തിക്കൊണ്ടുള്ള ഈ പുറത്താക്കണമെന്ന ചർച്ച അവതരിപ്പിച്ച് ഭൂരിപക്ഷമുണ്ടെന്ന പേരിൽ, ഭൂരിപക്ഷം വോട്ടിനിട്ടിട്ടില്ല, പക്ഷേ അടിച്ചേൽപ്പിച്ച് തങ്ങളെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു. സത്യത്തിൽ ആ സ്ഥാപനത്തിൽ തുടക്കം കുറിച്ച ആ അറബി കോളേജ്, അവിടുന്ന് പഠിച്ച് പൂർത്തിയായാൽ പട്ടിക്കാട് ജാമിയ നൂരിയിൽ പോകും. 2 കൊല്ലം പട്ടിക്കാട് പഠിച്ച് ഫൈസിയായി പുറത്തിറങ്ങും. ചില സിലബസിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആകർഷകമായ ചില ശൈലികൾ. ഹക്കീം ഫൈസി നേരത്തെ അവിടെ ഉസ്താദായി വന്നു, പിന്നീട് പ്രിൻസിപ്പളായി. ആ സ്ഥാപനത്തിനോട് ഈ കോഴ്സ് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വേറെയും ചില കോളേജുകൾ ഒപ്പം കൂടി. എന്നാൽ നമുക്കും ഈ കോഴ്സ് തുടർന്ന് നടത്തി ഒരു പരീക്ഷ എഴുതി പട്ടിക്കാട് 2 കൊല്ലത്തിന് പോയി ചേർന്ന് ഫൈസി എന്ന സംവിധാനം അംഗീകരിക്കാമല്ലോ. അങ്ങനെ ഒളവട്ടൂർ കോളേജ്, എടവണ്ണപ്പാറ കോളേജ്, ഇങ്ങനെ കുറച്ച് കോളേജുകൾ രംഗത്ത് വന്നു. ആ കൂട്ടായ്മ ഇങ്ങനെ താൽക്കാലികമായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. അപ്പോൾ പട്ടിക്കാട് ജാമിയ നൂരിയോട് അഫിലിയേറ്റ് ചെയ്ത കോളേജുകളെ കൂട്ടായ്മയാണ് അക്കാലത്തത്. ഇന്നത്തെ ജാമിയ ജൂനിയർ കോളേജുകളെ പോലെ. അന്ന് ജാമിയ ജൂനിയർ കോളേജ് സിസ്റ്റമല്ല. ആ സമയത്ത് അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് മഹാനായ മർഹൂം PP മുഹമ്മദ് മുസ്ലിയാർ ഫൈസി നവർ അള്ളാഹു മറക്കദഹു അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുഴുസമയം സമസ്തയുടെ പ്രവർത്തകനായിരുന്നു. ഞാൻ ഈ സംഭവം ഇങ്ങനെ പഠിച്ചപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കറാമത്തായിരിക്കാം ഈ സംഭവം എന്ന്. അദ്ദേഹം സംഘടനാപരമായ ഒരു അച്ചടക്ക നടപടിക്ക് വിധേയനായി. മൂപ്പരായിരുന്നു സെക്രട്ടറി. ഹക്കീം ഫൈസി ഇന്ന് അലങ്കരിക്കുന്ന സ്ഥാനത്ത് അദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സമസ്തയിൽ സംഘടനാപരമായ ഒരു നടപടിക്ക് വിധേയനായപ്പോൾ ഈ കോളേജുകളുടെ മീറ്റിംഗ് ചേർന്നിട്ട് ഈ ഹക്കീം ഫൈസി PP മുഹമ്മദ് ഫൈസി ഈ സ്ഥാനത്തിന് എങ്ങനെ തുടരാൻ അനുവദിക്കും എന്ന് ചർച്ച വന്നു. പലരും പറഞ്ഞു സാരല്ല, കുറച്ച് കാലം ഇപ്പോൾ സമസ്തയെ തിരിച്ചെടുക്കുകയോ, കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും സംഘടനാ നടപടിക്ക് വിധേയനായ ആളെ CICയുടെ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാൻ പറ്റില്ല എന്ന കണിശമായ നിലപാട് സ്വീകരിച്ച മനുഷ്യനായിരുന്നു അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി. നമ്മൾ അടിവരയിടേണ്ട കാര്യമായിട്ട് ചരിത്രത്തിൽ സംഘടനാ നടപടിക്ക് വിധേയനായൊരു വ്യക്തിയെ CICയുടെ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ പാടില്ല, അനുവദിക്കാൻ പറ്റില്ല എന്ന കണിശമായ നിലപാട് സ്വീകരിക്കുകയും ആ നിലപാട് തുടർന്ന് മഹാനായ PP ഉസ്താദിനെ മാറ്റുകയും ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്ത മഹാനാണ് അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി. നിങ്ങൾ നോക്കി, അന്നും ഇന്നും തമ്മിലുള്ള ബന്ധം. ഇന്ന് അതേ സംഭവങ്ങൾ ഇദ്ദേഹത്തിന് സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആള് CIC സെക്രട്ടറി സ്ഥാനം തുടരുന്ന അർഹനല്ല എന്ന് അന്ന് ശക്തനായി വാദിച്ച, 20 കൊല്ലം മുമ്പ് വാദിച്ച് സ്വയം ആ സ്ഥാനം ഏറ്റെടുത്ത ഹക്കീം ഫൈസി ഇന്ന് അങ്ങനെ സംഭവമേ അദ്ദേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാകാതെ അകന്ന് മാറി നിൽക്കുക നമ്മൾ കാണുന്നില്ലേ? യാഥാർത്ഥ്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അങ്ങനെ അദ്ദേഹം ഏറ്റത് അന്നേ തുടങ്ങിയിട്ടുണ്ട് പണികൾ. അദ്ദേഹം ഏറ്റെടുത്ത ശേഷം ആദ്യമായി അദ്ദേഹം ചെയ്തത് ജാമിയ നൂരിൽ നിന്നും കണക്ഷൻ വേർപ്പെടുത്താനാണ്. ജാമിയ നൂരിക്ക് എന്തിനാണ് 2 കൊല്ലം നമ്മളെ കുട്ടികളെ അയക്കണത്? 1 കൊല്ലം പോരെ? അവിടെ പോയപ്പോൾ എന്താ കാര്യമായിട്ടൊന്നും കിട്ടാല്ല, മീറ്റിങ്ങിൽ വെച്ചു. അപ്പോൾ അവിടെ കൂടിയ ആൾക്കാർ ഒന്നായിക്കോട്ടെ 1 കൊല്ലം ആക്കാറും. 1 കൊല്ലത്തിന് അപേക്ഷ കൊടുത്താൽ ജാമ്യ നൂരി അനുവദിക്കില്ലെന്ന് ഉറപ്പാണ്. ഞങ്ങൾക്ക് 1 കൊല്ലം അവിടെ കോഴ്സ് തുടരാൻ അനുവദിക്കണം, എന്നിട്ട് ഫൈസി ബിരുദം കിട്ടണം എന്നാണ്. പട്ടിക്കാട് ജാമ്യ നൂരി മറുപടി കൊടുത്തു, 1 കൊല്ലത്തിലൂടെ കോഴ്സ് ഫൈസിയാക്കാൻ പറ്റൂലായിരുന്നു. ആ കത്ത് കിട്ടി അദ്ദേഹം മീറ്റിങ്ങിൽ വെച്ചു. നമുക്ക് 1 കൊല്ലം അനുവദിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം ബിരുദം കൊടുക്കല്ലേ വെച്ചു. എന്നാൽ കൊടുക്കാറുന്നു. ഇങ്ങനെ പാസ്സാക്കിയത് സമസ്ത സ്ഥാപനവുമായുള്ള ബന്ധം പതുക്കെ 2002 അദ്ദേഹം അറുത്ത് മുറിച്ചു മാറ്റി. പതുക്കെ പോണം നോക്കണം കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് 2007 ഈ കോളേജുകൾക്ക് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ വാങ്ങാനായി ഈജിപ്തിൽ പോകുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉത്തരവാദപ്പെട്ട ഇന്നത്തെ സമസ്ത പ്രമുഖനായ നേതാവും കൂടെ ഉണ്ട്, മർക്കസ് കമ്മിറ്റിയുടെ പ്രധാനിയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ അപ്ലിക്കേഷൻ ശരിയല്ലാത്തതുകൊണ്ട് 2ാമത് മാറ്റി ടൈപ്പ് ചെയ്ത് തരാൻ പറയുന്നു. 2ാമത് ടൈപ്പ് ചെയ്ത് കൊണ്ടു കൊടുക്കുമ്പോൾ അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഹക്കീം ഫൈസിയുടെ കൂടെയുള്ള ബഹുമാന്യൻ ചോദിച്ചു, ഇതെന്താ ഹക്കീമേ, ഇതെന്താ ഈ തൻസീഖുൽ കുല്ലിയാത്തുൽ ഇസ്ലാമിയ, ഇതേതാണ് സംഭവം എന്ന് ചോദിച്ചു. CIC എന്താ ഈ സംഭവം? CIC അപ്പം പുറത്തേക്കില്ല, കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അങ്ങനത്തെ ഒരു ബോഡി പുറത്തേക്കില്ല. മറ്റേ ജാമ്യൻ്റെ ജൂനിയർ കോളേജുകൾ കൂട്ടായ്മ എന്നല്ലാതെ ഇങ്ങനത്തെ സംഭവം അല്ലല്ലോ. വളാഞ്ചേരി മർക്കസിന് അഫിലിയേഷൻ കിട്ടാനല്ലേ നമ്മൾ പോകുന്ന ഈ കോഴ്സിന് വേണ്ടി. ഇതെന്താ സംഭവം? കുഞ്ഞാക്ക പിന്നെ പറയാമെന്ന് മറുപടി പറഞ്ഞു. കാരണം അവിടെ ഓഫീസർമാരെ മുന്നിലാണ്. തിരിച്ച് പുറത്ത് വന്ന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആ കമ്മിറ്റിയുടെ പേരിലായിരിക്കും സൗകര്യം,
അത് ആ നിലയ്ക്ക് ചെയ്തതാണ്, പ്രശ്നമാക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആദർശേരി അംസക്കുട്ടി മുസ്ലിയാരെ പോലുള്ള മഹാന്മാർ പ്രശ്നമാക്കി. ആ പ്രശ്നമാണ് അവർ തമ്മിലുള്ള പ്രശ്നം. കുടുംബത്തിൽ യാതൊരു പ്രശ്നങ്ങളുള്ള ഞാൻ വിശദമായി ചോദിച്ചറിഞ്ഞു. ഈ വിഷയം പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. വളാഞ്ചേരി മർക്കസു തർബിയത്തുൽ ഇസ്ലാമി എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ കീഴിൽ നടക്കുന്നൊരു കോഴ്സ് അവരറിയാതെ, മർക്കസ് കമ്മിറ്റി അറിയാതെ, പാണക്കാട് തങ്ങളറിയാതെ സ്വതന്ത്രമായി കമ്മിറ്റി രജിസ്റ്റർ ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ അവിചാരിതമായി അറിയപ്പെട്ടു. അത് തിരുത്തണം, സമസ്തൻ്റെ കീഴിൽ തന്നെയാകണം ഈ കോഴ്സ്, സമസ്ത ജില്ലാ കമ്മിറ്റിയുടെ തന്നെ ആയിരിക്കണം എന്ന് ശക്തമായി വാദിച്ച് പിന്നെ ചർച്ചകൾ നടക്കുകയാണ്, തീരുമാനങ്ങളാകുന്നില്ല. നിങ്ങൾ ഓർത്ത് നോക്ക്, വളാഞ്ചേരി മർക്കസിലൊരു അധ്യാപകനായി ഹക്കീം വൈസിനെ കൊണ്ടുവരുന്നു. ആർക്കത് നിഷേധിക്കാൻ കഴിയാം? എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം ഉൾപ്പെടെയുള്ള വേറെ കുറച്ച് കോളേജുകളും കൂടി കൂടിയിട്ട് വേറൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് സ്വകാര്യമായി രജിസ്റ്റർ ചെയ്തിട്ട് ആ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിൻ്റെ ഒരു ബ്രാഞ്ചാക്കി ആരെ മാറ്റുകയാണ്? എനിക്ക് ജോലി തന്ന മർക്കസിനെ, എനിക്ക് ജോലി തന്ന, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമാകുന്ന മർക്കസിനെ എൻ്റെ കീഴിൽ ശാഖയാക്കി മാറ്റുന്നു. അതീവ ഗുരുതരമായ ചതി അല്ലെങ്കിൽ വഞ്ചന എന്നല്ലാതെ പറയാം. കമ്മിറ്റി വലിയ ചർച്ചയായി, വളാഞ്ചേരി മർക്കസ് രൂക്ഷമായ ചർച്ചയായി, അഭിപ്രായ വ്യത്യാസമായി. അത്തരമൊരു ഘട്ടം വന്നപ്പോൾ ലാസ്റ്റ് എങ്ങനെ മദ്യം പറഞ്ഞാലും ഇദ്ദേഹം സമ്മതിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ സമസ്ത കത്ത് കൊടുത്ത പോലെ ഒഴിഞ്ഞു മാറുന്ന മറുപടി കൊടുക്കും. ആ ഒരു ഘട്ടത്തിൽ അവസാനം എന്തു ചെയ്തു എന്നറിയണോ? അവസാനം പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഇരു ഭാഗത്തുനിന്ന് 10 വരെ വിളിച്ചു ചേർത്തു. പാണക്കാട്ടേക്ക് 10 ആൾ വളാഞ്ചേരി മർക്കസിൻ്റെ കമ്മിറ്റി, 10 ആൾ ഈ CIC രജിസ്റ്റർ ചെയ്ത, സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്ത CICൻ്റെ കമ്മിറ്റിയും. അങ്ങനെ 20 പേര് തങ്ങളെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ചർച്ച ചെയ്തു. എന്താ ചർച്ചൻ്റെ കണ്ടന്റ്? വളാഞ്ചേരി മർക്കസ് സമസ്തയുടെ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ തുടങ്ങിയ ഈ പുതിയ കോഴ്സ്, ആ കോഴ്സിന് വളാഞ്ചേരി മർക്കസ് താല്പര്യ ആൾക്കാർ അതിനോടാണ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അതിനെ ചേർത്ത് വേറെ പുറത്തുണ്ടാക്കിയ ഒരു കമ്മിറ്റിനോടല്ല അഫിലിയേറ്റ് ചെയ്യേണ്ടത്. സമസ്തൻ്റെ ഈ ജില്ലാ സ്ഥാപനത്തോടാണ് അഫിലിയേറ്റ് ചെയ്യേണ്ടത് എന്ന കണിശമായ നിലപാട് വളാഞ്ചേരി മർക്കസ് കമ്മിറ്റി എടുത്തു. അത് പറ്റില്ല, ഇതിങ്ങനെ തന്നെ പോകുമെന്ന് ഇവരും നിലപാടെടുത്തു. ഈ ഘട്ടത്തിൽ ലാസ്റ്റ് ചർച്ച ചെയ്തിട്ട് എന്തായി ഉത്തരമെന്നോ? തൽക്കാലം നമുക്കൊരു മദ്യം പറയാമെന്ന് പറഞ്ഞു. ഈ കമ്മിറ്റി അവിടെ നിൽക്കുകയാണെങ്കിൽ തന്നെ നിൽക്കട്ടെ, ഒരു പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഇത് ഈ കോളേജുകൾ നിൽക്കുന്ന ബിരുദങ്ങൾ, CICൻ്റെ ബിരുദം എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല. എന്തായാലും വളാഞ്ചേരി മർക്കസിൻ്റെ സ്ഥാപനം, അത് സമസ്തൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള സ്ഥാപനം എന്ന് സർട്ടിഫിക്കറ്റ് മുകളിൽ ചേർക്കണം തീരുമാനിച്ചു. അല്ലാതെ കേരളത്തിലെ എല്ലാ കോളേജും സമസ്തൻ്റെ സ്ഥാപനം സർട്ടിഫിക്കറ്റ് എഴുതി ചേർക്കാനല്ല. ഇത് സമസ്തൻ്റെ സ്ഥാപനം, സമസ്തൻ്റെ കോഴ്സ് സമസ്തയിൽ നിന്ന് അടർത്തി മാറ്റി മറ്റൊരു സ്വതന്ത്ര ബോഡിയുടെ കീഴിലാക്കുമ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി, സമസ്തയുടെ തെളിയിക്കാൻ വേണ്ടി ബഹുമാന്യ തങ്ങളുടെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കണമെന്ന ചർച്ച വരികയാണ്, സമസ്തയുടെ കീഴിലാക്കണം എന്ന്. അങ്ങനെ ചർച്ച ചെയ്തു. ആ ചർച്ച തീരുമാനമെടുത്ത തീരുമാനത്തിൻ്റെ കോപ്പിയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. വളരെ കൃത്യമായി ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ എഴുതി തയ്യാറാക്കി ഒപ്പിട്ട ആ രേഖയുടെ കോപ്പി നമുക്കിതിൽ കാണാം. 24/10/13 മർക്കസിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും നൽകുന്ന സർട്ടിഫിക്കറ്റ് സംബന്ധമായ ചർച്ചയിൽ പങ്കെടുത്തുള്ള പേരും ഒപ്പും തീരുമാനങ്ങളും. ഒന്ന് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ ഒപ്പ് കാണുന്നുണ്ട്, VP സയ്യിദ് മുഹമ്മദ് നിസാമി ഒപ്പ് കാണുന്നുണ്ട്, P അബ്ദുൽ ഹക്കീം വൈസി ഒപ്പ് കാണുന്നുണ്ട്. ഇങ്ങനെ ഇവർ ഒരുമിച്ച് ഒപ്പിട്ട് ലാസ്റ്റ് തീരുമാനമെടുത്തത് തീരുമാനങ്ങളൊന്ന്, തഹത്ത ഇഷ്റാഫി ജംഇയ്യത്തുൽ ഉലമാ ബി ഉമൂമി കേരള, സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴിലാണ് ഈ സ്ഥാപനമെന്ന് സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ എഴുതി വെക്കണമെന്ന് തീരുമാനിച്ചു. നടപ്പാക്കിയോ ഹക്കീം വൈസി? നടപ്പാക്കിയില്ല. ഞാൻ ഇതാ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ലൈന, സ്വന്തം വിചാരിച്ച കാര്യം മാത്രമേ നടപ്പാക്കൂ, അതിനപ്പുറം മുന്നോട്ട് പോകൂല. ബഹുമാന്യ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ അവസാനം ഇരു വിഭാഗം കൂടി സംയുക്തമായെടുത്ത തീരുമാനപ്രകാരം ആ തീരുമാനം നടപ്പാക്കുന്നതിന് പകരം ആ തീരുമാനത്തിൽ നിന്നും അദ്ദേഹം പിറകോട്ട് പോവുകയാണ്. അദ്ദേഹം 2017 ഈ വാഫികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അവരുടെ ഈ തീരുമാനം ലംഘിച്ചുകൊണ്ട്, ഇത് പൂർണ്ണമായും കൈയൊഴിച്ചുകൊണ്ട് അദ്ദേഹം പഴയതുപോലെ തന്നെ, അദ്ദേഹം നേരത്തെ വാദിച്ചതുപോലെ തന്നെ പച്ചയായി എഴുതി വെച്ചു സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ, ഇത് CICയുടെ കീഴിലുള്ള സ്ഥാപനമാണ്, CICയുടെ കീഴിലുള്ള സ്ഥാപനമാണെന്ന് എഴുതി വെച്ചു. ആ നിലയിൽ ഒരു അയവും കാണിക്കാതെ, തങ്ങളുടെ തീരുമാനത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ പച്ചയായി അദ്ദേഹം എഴുതി വെച്ചു. ഈ നിലയിൽ തന്നെ തങ്ങളെ തീരുമാനം ധിക്കരിച്ചു. 2017 കൂളായി അദ്ദേഹം വിചാരിച്ച പോലെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്തു. ഈ ഘട്ടത്തിൽ ബഹുമാനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അയാൾക്കൊരു കത്തുണ്ട്. ആ കത്ത് കേട്ടാൽ നമ്മൾ വായിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ആ കത്തിൻ്റെ വരികൾ ഞങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. 2017
തങ്ങളുടെ തീരുമാനം, മധ്യസ്ഥ തീരുമാനം ലംഘിച്ചുകൊണ്ട് വീണ്ടും CIC-യുടെ സ്ഥാപനം എന്നതിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ ബഹുമാന തങ്ങൾ 10/1/2018 തങ്ങൾ ഇദ്ദേഹത്തിന് കത്തെഴുതി. ആ കത്തിലെ 1-2 വാചകങ്ങൾ ഞങ്ങൾ കേൾപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട പി അബ്ദുൽ ഹക്കീം വൈസി പ്രിൻസിപ്പൽ KKHM അറബിക് കോളേജ് മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ അവർക്ക് തദ് മർക്കസ് കമ്മിറ്റി മാന്യരെ, തദ് കോളേജിൽ നിന്ന് നൽകുന്ന ബിരുദത്തിൻ്റെ ഹെഡിങ്ങിൽ തഹത്ത ഇഷ്റാഫി ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴിൽ നിന്നുണ്ടാവണമെന്ന് നാം ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. എന്നാൽ ആഗസ്റ്റ് 6, 2017 മർക്കസ് വെച്ച് നൽകിയ സർട്ടിഫിക്കറ്റുകൾ ഇത് ചേർത്തു കണ്ടില്ല. എന്തുകൊണ്ട്? ഒന്നിനായി തങ്ങൾ ചോദിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, വാഫി വഫിയ പ്രസ്ഥാനം മർക്കസിൽ നിന്നുണ്ടായതല്ലേ? ആ കോഴ്സ് തേടി വരുന്നവർക്ക് മർക്കസാണ് അംഗീകാരം നൽകേണ്ടത്. തേടി വരുന്നവരിൽ നിന്ന് ഏതാനും പേരെ ചേർത്തുണ്ടാക്കി കമ്മിറ്റിയോ താങ്കളോ അല്ല. അതിനാൽ വാഫി വഫിയ കോളേജുകളുടെ കേന്ദ്ര കമ്മിറ്റി മർക്കസ് കമ്മിറ്റി ആകണം, CIC അല്ല. ദാറുൽ ഹുദ ജാമിയ ജൂനിയർ കോളേജുകൾ പോലെ ദാറുൽ ഹുദയോട് അഫിലിയേറ്റ് ചെയ്യുന്ന കോളേജുകൾക്ക് അംഗീകാരം കൊണ്ട് ദാറുൽ ഹുദയാണ്. ജാമിയയോട് അഫിലിയേറ്റ് ചെയ്ത കോളേജുകൾക്ക് പരിയങ്ങാട് കോളേജിന് അഫിലിയേഷൻ കൊടുക്കുന്നത് ജാമിയ നൂരിയാണ്. നജാത്ത് കോളേജിന് അംഗീകാരം ജാമിയ നൂരിയാണ്. ഇതുപോലെ വാഫി വഫിയ സംവിധാനത്തിന് അംഗീകാരം കൊടുക്കേണ്ടത് വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയാണെന്ന് ഗൗരവത്തോടുകൂടി തങ്ങൾ ഇതിന് വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് കത്ത് നൽകിയപ്പോൾ അവിടെ അദ്ദേഹത്തിന് മറുപടി ഉണ്ട്. ആളെ പരിഹസിക്കുന്ന മറുപടി, പുച്ഛിക്കുന്ന മറുപടി. ഞാൻ തന്നെ ഇത് ഓർത്തു വായിച്ചു നോക്കിയിട്ട് ഒരുപാട് അത്ഭുതപ്പെട്ടു പോയി. 2 കാര്യങ്ങളാണ് തങ്ങൾ ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഇയാൾ മറുപടി കൊടുക്കുകയാണ്. ഉടനെ മറുപടി 2-ാം മാസം മറുപടി കൊടുത്തു. ബഹുമാനാദരങ്ങളുടെ മർക്കസ് തർബിയത്തുൽ ഇസ്ലാമി പ്രസിഡന്റ് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അവരുടെ പവിത്ര സാമക്ഷത്തിലേക്ക് അസ്സലാമു അലൈക്കും. 10/1/18 തങ്ങൾ ഒപ്പുവെച്ച കത്ത് കൈപ്പറ്റി. കത്തിൽ പറയുന്ന 1-2 പ്രശ്നങ്ങൾ 5 വർഷം മുമ്പ് നടന്ന ചർച്ചയ്ക്ക് ശേഷം നല്ല നിലയിൽ അവസാനിച്ചതാണല്ലോ. 5 വർഷം മുമ്പ് നടന്ന ചർച്ച 2013 തീരുമാനിച്ചതാണ്. അതായത് സർട്ടിഫിക്കറ്റിന്റെ മുകളിൽ സമസ്തയുടെ കീഴിൽ എഴുതണമെന്ന്. അപ്പോൾ ആ പ്രശ്നം അന്ന് തീർന്നിട്ടോ, പിന്നെ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കണത്. അത് നടപ്പാക്കാത്തത് കൊണ്ടാണ് തങ്ങൾ ഇയാളെ ചോദ്യം ചെയ്തത്. അതിന് മറുപടി പറയണം, എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? അതിന് ഒറ്റ മറുപടി, അതൊക്കെ അന്ന് പറഞ്ഞ് തീരുമാനിച്ചതാണല്ലോ. ഒത്താനി കുട്ടിക്കളി പോലെ, അഭിനയം പോലെ. ഈ നിലയിൽ വന്യരായ നേതാക്കന്മാരെയും സാധാക്കളെയും അവഗണിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഈ അപകടകരമായ പ്രവണതയാണ് നമുക്കിതിലുടനീളം കാണാൻ സാധിക്കുന്നത്. ഈ സംഭവം വിശദമായി പരിശോധിച്ചാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, ദീർഘിച്ചു പോകും. ഞാൻ ഇടുങ്ങിയ സമയത്ത് വിശദീകരിക്കുന്നില്ല. എനിക്കെൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, ഈ തരത്തിൽ ഒരു നിലയിലും സമസ്തയെ ഉൾക്കൊള്ളാനാകാതെ സമസ്ത വിരുദ്ധ സംസ്കാരം കുട്ടികളുടെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു സമസ്ത വിരുദ്ധ ലോബിയെ, ടീമിനെ നമ്മുടെ ചെലവിൽ വളർത്തിക്കൊണ്ടുവന്ന ഈ അപകടകരമായ പ്രവണത അനുവദിക്കാനാവാത്തത് കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഷയത്തിൽ കണിശമായ നിലപാട് സ്വീകരിച്ചത്. നമ്മൾ 1920 എന്ന വിവാഹപ്രായത്തെക്കുറിച്ച് പരാമർശം വന്നു പറഞ്ഞു. 1920 2020 തിരുത്തണം. 2020 മോദി പ്രഖ്യാപിച്ചത്. തുടർന്ന് 2020-21 വിഷയങ്ങൾ ഉണ്ടായത്. ഒരൊറ്റ കാര്യം ഞാൻ സംശയത്തിന് ഉത്തരം പറയട്ടെ. ഇവിടെ ഒരുപാട് ആളുകൾ സംശയമാണ്. ഈ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ലാസ്റ്റ് എങ്ങനെയും തീരാതിരുന്നപ്പോൾ അവസാന ഘട്ടത്തിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി സമസ്തയുടെ നേതാക്കന്മാർ ഏൽപ്പിച്ചു, വാർത്താ സമ്മേളനം നടത്തിയല്ലോ. പിന്നെന്തിനാണ് സമസ്ത ഇങ്ങനത്തെ വിശദീകരണമായിട്ട് മുന്നോട്ട് പോകുന്നത്? പ്രശ്നം അവിടെ തീരേണ്ടതല്ലേ എന്ന്. അതിൻ്റെ സത്യസ്ഥിതി എന്താണോ? ഇതിനൊക്കെ ഉള്ളറകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പബ്ലിക് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല എന്നുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാത്തത്. തെറ്റിദ്ധാരണ വന്നുകൊണ്ട് പറയുകയാണ്. ഈ വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ രൂക്ഷമായി ഇങ്ങനെ പോയപ്പോൾ, പ്രത്യേകിച്ചും ഈ ഒരു പഠനം കൊടുക്കുന്ന കുട്ടികളെ കൊണ്ട് ആളുകളെ രാജിവെപ്പിക്കുന്നു, വലിയ പ്രശ്നങ്ങളും സങ്കീർണതകളും വന്നപ്പോൾ ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ആബിദ് ഹുസൈൻ തങ്ങൾ MLA-യും മുൻകൈയെടുത്ത് ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ചർച്ച വെച്ചു. ചർച്ച തന്നെ അനൗദ്യോഗികമായി ഈ വിനീതനും K മോയിൻകുട്ടി മാസ്റ്ററും ആ ചർച്ചയിലുണ്ടായിരുന്നു. കുഞ്ഞാൽ സാഹിബിൻ്റെ വീട്ടിൽ വെച്ച് വിശദമായി ചർച്ച ചെയ്ത് എന്തായാലും നമുക്ക് തീർക്കണം, എന്താ വഴി ആലോചിച്ചു. അങ്ങനെ അവസാനം അവർ കണ്ടെത്തിയ സൊല്യൂഷനായിരുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇയാളെ വാദം രാജി അതിന് കൊടുത്തല്ലോ, രാജി സ്വീകരിക്കാൻ ജനറൽ ബോഡി കൂടണമെന്നാണ് വാദം. നമുക്കൊരു കാര്യം, ജനറൽ ബോഡി വിളിച്ചു ചേർക്കാൻ തങ്ങളെ ഏൽപ്പിക്കാം. ജനറൽ ബോഡി വിളിച്ചു ചേർത്തിട്ട് തങ്ങൾ ആ ജനറൽ ബോഡിയിൽ പറയട്ടെ, ഹക്കീം വൈസിൻ്റെ കയ്യിൽ രാജി തന്നിട്ടുണ്ട്, നമുക്ക് സ്ഥാപനങ്ങൾ സുഖമായി മുന്നോട്ട് പോകണം, അതിന് തടസ്സം ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് തൽക്കാലം രാജി സ്വീകരിക്കുക, പകരം ഒരാളെ ഞാൻ വെക്കും, തങ്ങൾ ഉറപ്പ് കൊടുക്കുക, എന്നിട്ട് തങ്ങളൊരാളെ വെക്കുക, ആ വെക്കുന്ന ആൾ സമസ്തക്ക് സ്വീകാരണ ഒരാളും കൂടി ആകുക.
ബാക്കി കാര്യങ്ങൾ ആ ഉള്ളിൽ അയാൾ ചെല്ലട്ടെ, പുറത്തുനിന്ന് ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് സമസ്തയുടെ അണ്ടറിൽ സ്ഥാപനങ്ങൾ കൊണ്ടുവരാം, ആ രീതിയിൽ നീക്കം നടത്തണം. അത് തിരക്കുള്ള എന്ന് പറഞ്ഞു. അങ്ങനെ അഭിപ്രായ സമന്വയത്തിലെത്തി. ബഹുമാന്യനായ ആറ്റപ്പൂ തങ്ങൾ അവരുടെ ആണ്ടിൻ്റെ അന്നാണ് ഈ സംഭവം. സാദിഖൽ തങ്ങളും വീട്ടിലുണ്ട്. നേരെ കുഞ്ഞാലൂർ സാഹിബും ആബിദ് തങ്ങളും സാദിഖൽ തങ്ങൾക്ക് പോയി ഈ സജഷൻ വെച്ചു. തങ്ങൾ പറഞ്ഞ തിരക്കുള്ള നല്ല നിർദ്ദേശമാണ്. അങ്ങനെ തങ്ങൾ സ്വീകരിച്ചു. അതിനുശേഷം ഞങ്ങളീ കൂട്ടി സംസാരിച്ച് ഇനി ഉസ്താദ്മാരെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കുള്ളൂ എന്ന് ഉടനെ തന്നെ ഞങ്ങൾ എന്ത് ചോദിച്ചാൽ ജിഫിന് മുത്തുക്കോയ തങ്ങളെയും ആലിക്കുട്ടി സാഹിബും കാണാൻ തീരുമാനിച്ചു. അതിനിടയിൽ കുഞ്ഞാലൂർ സാഹിബ് ചോദിച്ചു, പകരം നമ്മൾ ആരെ കൊടുക്കുകയെന്ന് ചോദിച്ചു. ഞങ്ങൾ ആലോചിച്ച് പറഞ്ഞു, ഇന്ന ആളെ കൊടുത്താൽ പോരെ ചോദിച്ചു. എന്നാൽ അവർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അത് മതിയെന്ന് തങ്ങളോട് ചോദിക്കട്ടായിരുന്നു. സാദിഖൽ തങ്ങൾ ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, അതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, സെക്രട്ടറി സ്ഥാനത്ത് ഇന്ന ആളാക്കാന്നാണ്. അങ്ങനെ ബഹുമാന ജിഫ്രി തങ്ങളെയും മറ്റും കണ്ട് സംസാരിച്ച് ഓക്കെ ആക്കി. തൊട്ട് പിറ്റേ ദിവസം പാണക്കാട് അവർ വന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയെന്ന് വാർത്താ സമ്മേളനം നടത്തി. പരിഹരിക്കേണ്ട റൂട്ട് രീതിയിൽ അവർ പരസ്പരം കൂടിയാലോചിച്ച് തങ്ങളും തങ്ങന്മാരും ഉസ്താദുമാരും കൂടിയാലോചിച്ചിട്ടാക്കിയ റൂട്ടാണ്. അതനുസരിച്ച് കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തിനകം ജനറൽ ബോഡി വിളിച്ചു കൂട്ടാമെന്നാണ് ധാരണ. 2 ആഴ്ച കഴിഞ്ഞു. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ദൂതൻ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഫോൺ ചെയ്തല്ല, നേരിട്ട് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി സാഹിബിൻ്റെ വീട്ടിൽ ചെല്ലുന്നു, തിരൂർക്കാട്. മഹാനവരോട് പറയുന്നു, തങ്ങളെ ഉസ്താദെ, അന്ന് തങ്ങളെ നമ്മൾ ഏൽപ്പിച്ച കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞാൽ കേൾക്കണില്ല എന്നാണ് തങ്ങൾ പറഞ്ഞത്. അതിന് ബഹുമാന്യ തങ്ങൾ പിൻവാങ്ങി. ആ പിൻവാങ്ങിയ ശേഷമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മലപ്പുറത്ത് വിശദീകരണ സമ്മേളനം വെക്കുകയും അനുബന്ധമായ പരിപാടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. സമസ്തയുടെ കാര്യത്തിൽ ഓരോ വിഷയത്തിലും അതീവ സൂക്ഷ്മതയോടുള്ള നീക്കങ്ങളാണ് നടത്തിയത്. ഇതിനിടയിൽ ഒരുപാട് മധ്യസ്ഥന്മാർ ഇറങ്ങി ചർച്ച ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഇദ്ദേഹം ഒരു ഇഞ്ച് താഴോട്ട് വരില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. വിട്ടുവീഴ്ച ചെയ്യാൻ ഒട്ടും തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ രൂക്ഷമായി പോയത് എന്ന കാര്യം സാന്ദർഭികമായി നാം ഓർക്കുക, നാം അനുസ്മരിക്കുക. അതോടൊപ്പം ഒരൊറ്റ വിഷയം കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഘട്ടത്തിൽ ഇദ്ദേഹവുമായുള്ള സംഘടനാ ബന്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ ഘട്ടത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുൻകൈയെടുത്ത് സമസ്ത ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിവെച്ചുകൊണ്ട് ഒപ്പിട്ടുകൊണ്ട് സമസ്ത കത്ത് കൊടുത്തു. സമസ്തക്ക് അവർക്കെതിരെ ആക്ഷൻ പിൻവലിക്കുകയും ചെയ്തു. വാർത്തയിൽ കണ്ടതാണ്. പക്ഷെ പിന്നെ എന്തുകൊണ്ട് പ്രശ്നം തീർന്നില്ല എന്നാൽ ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ ഇയാളെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. തങ്ങളാണ് ഒപ്പിട്ട് കൊടുത്തത്. അദ്ദേഹം അതിനെപ്പറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് കേട്ടിരിക്കും. എൻ്റെ മനസ്സാക്ഷി സമ്മതിക്കാതെ 1/2 ഡസൻ കാര്യങ്ങൾക്ക് പാണക്കാട് സാദിഖ് ഒപ്പിട്ട് കൊടുത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ മനസ്സാക്ഷി അംഗീകരിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവായിരുന്നു തങ്ങളുടെ തീരുമാനം. ആ പ്രഖ്യാപിച്ചുടനെ എല്ലാവരും സന്തോഷിച്ചു. അൽഹംദുലില്ലാ, സമസ്തയും ഇവരും നമ്മളെ പ്രശ്നം അവസാനിച്ചിരിക്കുന്നു, റാഹത്തായിരിക്കുന്നു, എല്ലാം തീരുമാനമായിരിക്കുന്നു. സമസ്ത തീരുമാനം പിൻവലിച്ചു, അവരുമായി ഒരുമിച്ച് പോകാൻ തീരുമാനിക്കുന്ന വാർത്ത പത്രങ്ങൾ വന്നപ്പോൾ സന്തോഷമായി. പക്ഷേ വഫിയ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് നിങ്ങൾ കാണണോ? ഒരു മനുഷ്യൻ, അവരെ കൂട്ടത്തിൽ ഒരു കുട്ടി, ഒരധ്യാപകൻ തങ്ങളുടെ തീരുമാനത്തെ അഭിനന്ദിച്ചില്ലല്ലോ. കാരണം എന്താ? അവർ വന്ന മെസ്സേജ് ഇങ്ങനായിരുന്നു കൃത്യമായി. ഈ കത്ത് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് സമസ്ത മുഷാവറ കൊടുത്ത കത്ത്, സ്റ്റാറ്റസും മറ്റും വെച്ച് അൽഹംദുലില്ലാഹും മറ്റും പറയുന്ന അവസ്ഥ വാഫികളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഒരൊറ്റ മെസ്സേജാ. ഇതാരും അൽഹംദുലില്ലാഹ് വരണ്ട, സ്റ്റാറ്റസ് വെക്കാൻ പോകണ്ട, തങ്ങളെ തീരുമാനം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇതേ പ്രകാരം ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തീരുമാനം തൽക്കാലം ഞങ്ങൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു. ആക്കെ ജനറൽ ബോഡി വരട്ടെ, പിന്നെ നോക്കാം, ഇപ്പം അംഗീകരിക്കുന്നില്ലെന്ന് പച്ചയായി പറഞ്ഞു എന്ന് മാത്രം, ഉത്തരവാദപ്പെട്ട ആൾ പറഞ്ഞു എന്ന് മാത്രമല്ല, പച്ചയായി അതുമുതൽ ഇവരുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഉത്തരവാദപ്പെട്ട അധ്യാപകന്മാർ പോലും ഇതെങ്ങനെയെങ്കിലും പൊളിക്കാൻ വേണ്ടിയിട്ട് സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാരെ തെറിയഭിഷേകം ചെയ്തുകൊണ്ടുള്ള നിരന്തരമായ ലേഖനങ്ങൾ പുറത്തെഴുതിക്കൊണ്ട് പരസ്യമായ യുദ്ധത്തിന് സമസ്തക്കെതിരെ ഇറങ്ങിത്തിരിക്കുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടായത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഇത് നല്ല നിലയിൽ പോകാൻ സമസ്തയുടെ തണലിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന വാശിയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ അനന്തര ഫലമായിട്ടാണ് ഈ പ്രശ്നം ഇവിടെ എത്തി നിൽക്കുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 97 വർഷക്കാലമായി കേരളത്തിൽ മുസ്ലിം ഉമ്മത്തിനെ ബിദ്അത്തിൽ നിന്നും അപകടങ്ങളും സംരക്ഷിച്ച് നിലനിർത്തുന്ന വലിയ കവചമാണ്, വലിയൊരു കോട്ടയാണ്.
ആ കോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അവരൊന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല. ചരിത്രത്തിൻ്റെ ശവപ്പറമ്പുകളാണ് അവരുടെയൊക്കെ സ്ഥാനങ്ങൾ. ഈ കാണുന്ന കോളേജ് പോലും ഈ 15 ഏക്കർ ബഹുമാന്യനായ ബാപ്പു ഹാജി എത്ര വലിയ സുന്നത്ത് ജമാഅത്തിനും സമസ്തയോടും ഉത്തരവാദപ്പെട്ട നേതാവെന്ന് നമുക്കറിയാം.